വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായി. ബീഹാറിലെ സസാറമിൽ നിന്നും തുടങ്ങിയ യാത്ര സെപ്റ്റംബർ 1 പാറ്റ്നയിൽ സമാപിക്കും. ഇന്ത്യ സഖ്യം നേതാക്കളും യാത്രയിൽ അണിനിരക്കും. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണിതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 1 കോടി പുതിയ വോട്ടർമാരെ മഹാരാഷ്ട്രയിൽ ചേർത്തുവെന്നും ഉന്നയിച്ച സംശയങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ലെന്നും കള്ളവോട്ടുകൾ കൊണ്ടാണ് BJP ജയിക്കുന്നതെന്നും CCTV ദൃശ്യങ്ങളോ മറ്റ് ഡിജിറ്റൽ തെളിവുകളോ കമ്മീഷൻ നൽകുന്നില്ലെന്നും വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ പ്രതികരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രജിസ്ട്രേഷൻ വഴിയാണ് നിലനിൽക്കുന്നതെന്നും കമ്മീഷൻ എങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടികളോട് വിവേചനം കാണിക്കുമെന്നും കമ്മീഷന് പക്ഷമില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. വോട്ട് കൊള്ളയെന്ന ആരോപണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അപമാനമാണെന്നും വോട്ടറുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും രാഹുൽ സ്വകാര്യത ലംഘിച്ചുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിമർശിച്ചു. ഇത്ര നാളുകൾക്ക് ശേഷം പരാതി ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്നും കമ്മീഷൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താസമ്മേളനത്തിന് പ്രതികരണവുമായി രാഹുൽ ഗാന്ധി. താൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഒന്നിനു പോലും മറുപടിയില്ലെന്നും വോട്ട് മോഷണം ഇനി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പാവപ്പെട്ടവന്റെ കയ്യിൽ വോട്ട് മാത്രമായിരുന്നു മിച്ചമുണ്ടായുന്നതെന്നും അതും ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു. മോദിയും അമിത്ഷായും നിർദ്ദേശിച്ച പ്രകാരമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി കമ്മീഷൻ പേരുകൾ നീക്കം ചെയ്തതെന്നും ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാമെന്ന നിയമനിർമ്മാണം ആർക്കുവേണ്ടിയാണ് നടത്തിയതെന്നും ഒരു കേസ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നൽകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ അട്ടിമറിച്ചുവെന്നും എന്തൊക്കെ സംഭവിച്ചാലും ഒരടി പോലും പിന്നോട്ടു പോകില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിരോധാഭാസത്തിന്റെയും വിചിത്ര ന്യായീകരണങ്ങളുടെയും ഘോഷയാത്രയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ പ്രതികരണം പറയാതെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമങ്ങളാണ് കമ്മീഷൻ നടത്തുന്നതെന്നും KC വേണുഗോപാൽ MP. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായ ക്രമക്കേട് പുറത്തായതിലെ അസ്വസ്ഥതയും വെപ്രാളവുമാണ് വാർത്താ സമ്മേളനത്തിലുടനീളം രാജ്യം കണ്ടതെന്നും BJP കാര്യാലയത്തിൽ നിന്ന് എഴുതി തയ്യാറാക്കി നൽകിയ വെല്ലുവിളികളും ഭീഷണിയും മാത്രമാണ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതിഫലിച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വോട്ടർ പട്ടിക ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. ഒരു അന്വേഷണവും നടത്തില്ല എന്ന കമ്മീഷന്റെ നിലപാട് ശരിയല്ലെന്നും കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണമെന്നും P. രാജീവ് പറഞ്ഞു. വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. താൻ മന്ത്രിയാണെന്നും ആ ഉത്തരവാദിത്തം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുമല്ലെങ്കിൽ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അവിടെ ചോദിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ചില വാനരന്മാർ ഇവിടെ നിന്ന് ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. വാനര പരാമർശം നടത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് മറുപടിയുമായി മുൻ MP TN പ്രതാപൻ. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ സത്യം വിളിച്ചു പറയുന്നവരെ അപമാനിക്കുകയാണ് സുരേഷ് ഗോപിയെന്നും ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സുരേഷ് ഗോപി കരുതേണ്ടെന്നും TN പ്രതാപൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ മറുപടി കണ്ണാടിയിൽ നോക്കിയുള്ളതാണെന്നും അതേ പദത്തിൽ മറുപടി പറയാൻ തങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്നും തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. സുരേഷ് ഗോപി അനധികൃതമായി ചേർത്ത വോട്ടുകളെക്കുറിച്ചാണ് കോൺഗ്രസ് പറഞ്ഞതെന്നും ഈ പ്രയോഗത്തിലൂടെ തൃശൂരിലെ വോട്ടർമാരെയും ജനങ്ങളെയും അവഹേളിച്ചുവെന്നും തെറ്റുപറ്റിയപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നൽകിയ മറുപടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്ന് നടക്കാനിരുന്ന ഓണപരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. CPM-ൽ പരാതി ചോർച്ച വിവാദം. പാർട്ടി നേതാക്കൾ UK-യിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് PBക്ക് നൽകിയ പരാതിയാണ് ചോർന്നത്. ചോർച്ചയ്ക്ക് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിന്റെ മകൻ ഷാംജിത്താണെന്ന് കാണിച്ച് മാഹിയിലെ വ്യവസായി മുഹമ്മദ് ഷർസാദ് ജനറൽ സെക്രട്ടറി MMBBക്ക് കത്തു നൽകി. രാജേഷ് കൃഷ്ണയും സംസ്ഥാനത്തെ പ്രമുഖരായ പാർട്ടി നേതാക്കളുമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് പരാതിയുടെ ഉള്ളടക്കം. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല താൻ പരാതി നൽകിയതെന്ന് CPM-ലെ കത്തുവിവാദത്തിന്റെ പരാതിക്കാരൻ വ്യവസായി മുഹമ്മദ് ഷർസാദ്.
രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനിയുണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം തട്ടിയെന്നും MP ഗോവിന്ദന്റെ മകനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. MP രാജേഷ്, KN ബാലഗോപാൽ, MV ഗോവിന്ദൻ എന്നിങ്ങനെ CPMന്റെ മുൻനിര നേതാക്കളുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത വ്യക്തിബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPMലെ കത്തുവിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്തിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്നും CPMന്റെ ആരും കാണാത്ത മുഖമാണ് പുറത്തുവന്നതെന്നും ചെന്നൈ വ്യവസായി കൊടുത്ത കത്ത് കോടതിയിലെത്തിയതോടെ ഔദ്യോഗിക രേഖയായി മാറിയെന്നും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് കത്തിലുള്ളതെന്നും ഈ കത്ത് എന്തുകൊണ്ടാണ് പാർട്ടി മൂടിവെച്ചതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ CPM നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും ശതകോടികൾ രൂപ അനധികൃതമായി ലഭിച്ചുവെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. CPM അധോലോക സംഘമായി മാറിയിരിക്കുകയാണെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന് പിന്നിൽ എന്താണെന്ന് കണ്ടെത്തണമെന്നും ധാർമ്മിക ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രിയെങ്കിൽ രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള വിദഗ്ധരുടെ പട്ടിക സംസ്ഥാന സർക്കാരിന് കൈമാറി. 4 പേരുടെ പട്ടികയാണ് സർക്കാർ അഭിഭാഷകന് കൈമാറിയത്. സർക്കാരും ഗവർണറും പട്ടിക പരസ്പരം കൈമാറാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. സർക്കാർ ഇതുവരെ പട്ടിക ഗവർണറുടെ അഭിഭാഷകന് കൈമാറിയിട്ടില്ല. കേസ് ഇന്നാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ചിങ്ങപ്പുലരിയിൽ സംസ്ഥാനമെങ്ങും വിവിധ കർഷക സംഘടനകളുടെ പ്രതിഷേധം നടന്നു. വയനാട്ടിലെ നെൽകർഷകർ ചിങ്ങം 1 യാചക ദിനമാക്കിയപ്പോൾ പാലക്കാട് കെട്ടുതാലി പണയം വെച്ചുകൊണ്ടായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം. കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ കുട്ടനാട്ടിൽ കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കൊച്ചിയിൽ നിന്ന് ദില്ലിയിലേക്ക് ഇന്നലെ രാത്രി പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ 504 വിമാനത്തിന് എഞ്ചിൻ തകരാറ്. വിമാനം ടേക്ക് ഓഫിന് റൺവേയിൽ വെച്ച് പെട്ടെന്ന് നിർത്തി. റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറിയതായി സംശയിക്കുന്നുവെന്ന് വ്യക്തമാക്കി യാത്രക്കാരൻ കൂടിയായ എറണാകുളം MP ഹൈബി ഈഡൻ പറഞ്ഞു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച അവകാശവാദത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫതാഹ് മഹദി നിമിഷ പ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. റിസാല അപ്ഡേറ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പോലീസ് ശാസ്ത്രജ്ഞനുൾപ്പെടെ ഒരുപാട് പേര് എനിക്ക് സുഹൃത്തുക്കളായി ഉണ്ടെന്നും എന്റെ പ്രസംഗത്തിൽ പറഞ്ഞ പോലീസിനെ മാത്രം പെരഞ്ഞാൽ മതിയോ എന്നും BJP നേതാവ് ശോഭ സുരേന്ദ്രൻ ചോദിച്ചു. പ്രതിഷേധ മാർച്ചിനിടെ ജലപീരങ്കി തുടർച്ചയായി അടിച്ച് BJPക്കാരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ വിളിച്ചറിയിച്ചുവെന്ന് ശോഭ സുരേന്ദ്രൻ പ്രസംഗിച്ചിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം. 10,000-കണക്കിന് പേരാണ് ഞായറാഴ്ച ടെൽ അവീവിലെ ഹോസ്റ്റേജസ് സ്ക്വയറിൽ നടന്ന പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തത്. പ്രതിഷേധങ്ങളെ വിമർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇത്തരം പ്രക്ഷോഭങ്ങൾ ഹമാസിന്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കുമെന്നും ബന്ദികളുടെ മോചനം മന്ദഗതിയിലാക്കുമെന്നും പറഞ്ഞു. ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളും യുദ്ധം വ്യാപിക്കുന്നതിനെ എതിർക്കുന്നവരും രാജ്യത്ത് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ഗാസ നഗരത്തിലെ തെക്കൻ സെയ്തൂൻ പരിസരത്ത് നിന്ന് 1000-കണക്കിന് പേരാണ് പലായനം ചെയ്തതെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ നിന്ന് 10 ലക്ഷം ആളുകളെ ബലമായി തെക്കൻ പ്രദേശങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് ഇസ്രായേലിന്റെ നീക്കം. എന്നാൽ തങ്ങളുടെ സൈന്യം ഗാസ സിറ്റിയിൽ എപ്പോൾ പ്രവേശിക്കുമെന്ന് ഇസ്രായേൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ഗാസയിൽ കുറഞ്ഞത് 1.9 ദശലക്ഷം ആളുകൾ അഥവാ ജനസംഖ്യയുടെ 90% ഇതിനോടകം പലായനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 61,000-ലധികം പലസ്തീനികളാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. സമാധാന കരാറിന്റെ ഭാഗമായി US-നും യൂറോപ്പിനും ഇനി യുക്രൈനിന് ശക്തമായ സുരക്ഷ നൽകാൻ റഷ്യ സമ്മതിച്ചതായി റിപ്പോർട്ട്. ഒരംഗത്തിനെതിരെയുള്ള ആക്രമണം എല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമാണെന്ന നാറ്റോ ശൈലിയിൽ US-നും യൂറോപ്പിനും യുക്രൈന് സുരക്ഷ നൽകാൻ കഴിയുമെന്നും ഇക്കാര്യം അലാസ്ക ഉച്ചകോടിയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമ്മതിച്ചെന്നുമാണ് സൂചന. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് CNN-നോട് ഇക്കാര്യം പറഞ്ഞത്. US-ന് ആർട്ടിക്കിൾ 5 പ്രകാരം യുക്രൈന് സംരക്ഷണം നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങളിൽ ഒന്നാണിത്, സ്റ്റീവ് വിറ്റ്കോഫ് CNN-നോട് പറഞ്ഞു. യുക്രൈൻ നാറ്റോയിൽ ചേരുന്നതിന് പുടിൻ വളരെ കാലമായി എതിർത്തിരുന്നു.
യുക്രൈന് നാറ്റോ അംഗത്വം നൽകുന്നതിനോടുള്ള പുട്ടിന്റെ മുൻകാല സമീപനത്തിൽ ഇതോടെ മാറ്റം സംഭവിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം വാഷിംഗ്ടണിൽ ട്രംപുമായും യൂറോപ്യൻ നേതാക്കളുമായി കൂട്ടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രാജ്യത്തിന് സുരക്ഷ നൽകാനുള്ള തീരുമാനത്തെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത്. യുക്രൈൻ പ്രദേശത്തെക്കുറിച്ചുള്ള അവകാശത്തിൽ റഷ്യ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടെന്നും ഡൊണേറ്റ്സ്ക് മേഖലയെക്കുറിച്ച് തിങ്കളാഴ്ച നടക്കുന്ന കൂട്ടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്നും വിഡ്കോഫ് പറഞ്ഞു. ഇറാഖിലെ വടക്കൻ നഗരമായ മോസൂളിനടുത്ത് കണ്ടെത്തിയ കൂട്ടക്കുഴിമാടം തുറന്ന് പരിശോധിക്കാൻ ആരംഭിച്ച ഇറാഖ് IS ഭീകരർ കൊന്നുതള്ളിയ മനുഷ്യരെ കുഴിച്ചിട്ടിരിക്കുന്ന ഇറാഖിലെ ഏറ്റവും വലിയ ശ്മശാന സ്ഥലങ്ങളിലൊന്നായാണ് ഇത് കരുതപ്പെടുന്നത്. IS ഭീകരർ അവരുടെ സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച മോസൂളിന് തൊട്ടടുത്താണ് കൂട്ടക്കുഴിമാടം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായ കണക്കുകളൊന്നുമില്ലെന്നും 2018 ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഖസ്ഫയിൽ കുറഞ്ഞത് 4000 മൃതദേഹങ്ങൾ വരെ IS ഭീകരർ കൊലപ്പെടുത്തി മറവ് ചെയ്തിട്ടുണ്ടെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. IS ഭീകരർ വധിച്ച ഇറാഖി സൈനികർ, ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ, പൗരന്മാർ, യസീദി മത ന്യൂനപക്ഷത്തിലെ അംഗങ്ങൾ എന്നിവരായിരിക്കും കുഴിയിൽ തള്ളപ്പെട്ടതെന്നാണ് നിഗമനം. കുഴിമാടത്തിന് 150 മീറ്റർ ആഴവും 110 മീറ്റർ വീതിയുമുണ്ട്. 2016 മാത്രം ഖയ്യിൽ ഒറ്റ ദിവസം കൊണ്ട് 250 പേരെ IS ഭീകരർ കൊലപ്പെടുത്തി മറവ് ചെയ്തെന്നാണ് നിഗമനം. ഇറാഖിലുടനീളം IS ഭീകരർ 200-ലധികം കൂട്ടക്കുഴിമാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക്. ഇതിലാകെ 12,000-ഓളം മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നും അധികൃതർ പറയുന്നു. ആക്രമണ പദ്ധതിക്ക് തുടക്കമിടുന്ന ഇസ്രായേൽ സൈന്യം ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റുന്നു. സുരക്ഷ ഉറപ്പാക്കാനെന്ന് പറഞ്ഞാണ് പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നത്. തെക്കൻ ഗാസയിൽ ടെന്റുകളും മറ്റു സഹായങ്ങളും ഒരുക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. വടക്കുള്ള ഗാസ സിറ്റിയിൽ ആക്രമണം രൂക്ഷമായി. ഹമ്മാസിന്റെ ആയുധങ്ങളും തുരങ്കങ്ങളും തകർക്കാനാണ് നീക്കമെന്നാണ് സൈന്യം പറയുന്നത്. തെക്കൻ ഗാസയിലേക്ക് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നീക്കം വംശഹത്യയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമിടുമെന്ന് ഹമ്മാസ് ആരോപിച്ചു. ഇസ്രായേലിൽ ഇന്നലെ നടന്ന രാജ്യവ്യാപക സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഹമ്മാസുമായി വെടിനിർത്തൽ കരാറിന് ശ്രമിച്ച് ബന്ദികളെ തിരികെ അയക്കാൻ ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. ഇതിനിടെ ഗാസയിൽ നിന്ന് ചികിത്സയ്ക്കായി ഇറ്റലിയിലേക്ക് കൊണ്ടുപോയ യുവതി ആശുപത്രിയിൽ മരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇറ്റലിയിലെ ആശുപത്രിയിൽ ചികിത്സ നൽകിയിട്ടും സ്ഥിതി മോശമായ മാറ അബു സുഹ്രിയാണ് മരിച്ചത്. യമനിലെ സനായ്ക്ക് സമീപം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹൂസൈസ് ഊർജ്ജ നിലയം ആക്രമിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂട്ടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നിലപാട് വ്യക്തമാക്കി യൂറോപ്യൻ നേതാക്കൾ. 3.5 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ചർച്ചയിൽ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കും. വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടക്കുന്ന കൂട്ടിക്കാഴ്ചയിലാണ് സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കുക. അലാസ്ക ഉച്ചകോടിക്ക് ശേഷം യുദ്ധത്തെക്കുറിച്ചുള്ള പുട്ടിന്റെ നിലപാട് സമയം കളയാനുള്ള ഒരു മാർഗമാണെന്ന് യുക്രൈനും യൂറോപ്യൻ നേതാക്കളും നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ച് നടക്കുന്ന ചർച്ചകളിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക്സ് മെർസ്, ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് എന്നിവരാണ് പങ്കെടുക്കുക. 2024 ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ചയ്ക്കിടെ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയോട് കയർത്ത് സംസാരിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും യുക്രൈൻ ഒറ്റപ്പെടലെന്ന് ഉറപ്പാക്കാനുമാണ് യൂറോപ്യൻ നേതാക്കൾ ചർച്ചയ്ക്കായി വാഷിംഗ്ടണിലെത്തുന്നത്. US പൗരത്വത്തിന് അപേക്ഷിക്കുന്ന വിദേശ പൗരന്മാർക്ക് വേണ്ട സ്വഭാവ വിശേഷണങ്ങൾ എന്തെല്ലാമായിരിക്കണമെന്നതിനെപ്പറ്റി കൃത്യമായ മാർഗനിർദ്ദേശം പുറത്തിറക്കി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. പൗരത്വം ലഭിക്കുന്നതിന് അപേക്ഷ നൽകുന്നവർക്ക് ഉയർന്ന ധാർമ്മിക മൂല്യം വേണമെന്നാണ് അധികൃതർ പറയുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിക്കുക, നികുതിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക വരുത്തുക എന്നിവയെല്ലാം US പൗരത്വം ലഭിക്കുന്നതിന് തടസ്സമാണെന്ന് പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വിദ്യാഭ്യാസ യോഗ്യത, ജോലി സ്ഥിരത എന്നിവ പൗരത്വം ലഭിക്കുന്നതിന് സഹായകരമാകും. 2024 സാമ്പത്തിക വർഷത്തിൽ 8.18 ലക്ഷം വിദേശ പൗരന്മാരാണ് US പൗരത്വം നേടിയത്. ഇതിൽ മുന്നിൽ മെക്സിക്കൻ സ്വദേശികളാണ്. 1,07,000 പേർ മെക്സിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് US പൗരത്വം നേടി. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 49,000-ലധികം ഇന്ത്യക്കാർ US പൗരത്വം നേടി. കൊലപാതകം, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്നിവ പൗരത്വം ലഭിക്കുന്നതിന് തടസ്സമാണ്. അപേക്ഷകൻ ആരാണെന്നും അവർ സമൂഹത്തിൽ എങ്ങനെ ജീവിച്ചു എന്നതും പരിശോധനയ്ക്ക് വിധേയമാക്കും. സാധാരണയായി 5 വർഷമെങ്കിലും US-ൽ സ്ഥിരതാമസക്കാരായ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിന് US പൗരത്വത്തിന് അപേക്ഷിക്കാം. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ A504 വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറിയതിനെ തുടർന്ന് ടേക്ക് ഓഫ് നിർത്തിവെച്ചു. രാത്രി 10:10 ബോർഡിംഗ് ആരംഭിച്ച വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു സംഭവം. യാത്രികരിൽ ഒരാളായ ഹൈബി ഈഡൻ MP തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത്. എഞ്ചിൻ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് വിമാന ജീവനക്കാർ അറിയിച്ചതായി ഹൈബി ഈഡൻ MP മനോരമ ഓൺലൈനിനോട് പറഞ്ഞു.
ക്യാപ്റ്റൻ വന്ന് സംസാരിച്ചു. എഞ്ചിന് സംഭവിച്ച താന്ത്രിക തകരാറ് ടെക്നീഷ്യൻസ് പരിശോധിക്കുകയാണ്. ഇന്നലെ രാത്രി 10:40 വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ടിയിരുന്നത്. ടേക്ക് ഓഫിന് തൊട്ടുമുൻപത്തെ റണ്ണിങ്ങിനിടയിലാണ് ബ്രേക്ക് ചെയ്ത വിമാനം തെന്നിമാറിയത്. വിമാനം റൺവേയിൽ നിന്ന് പാർക്കിംഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഞ്ചിൻ വൈബ്രേഷന് പ്രശ്നമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. 1 മണിക്കൂറായി യാത്രികർ വിമാനത്തിൽ തുടരുകയാണ്. പ്രശ്നം പരിഹരിച്ച് വൈകാതെ പുറപ്പെടുമെന്നാണ് കരുതുന്നത്. മനോരമ ഓൺലൈനിനോട് ഹൈബി ഈഡൻ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമാണ്. ഇന്ന് നടക്കേണ്ട ഓണപരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ജില്ലയിൽ തുടർച്ചയായി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലുള്ള വെള്ളക്കെട്ടിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിന്നവരെയെല്ലാം ഒഴിവാക്കിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP തിരഞ്ഞെടുത്തത്. പാർട്ടിയുമായി ഉടക്കി പടിയിറങ്ങിയ ജഗ്ദീപ് ധൻഖറിന് പകരക്കാരനായി തലമുതിർന്ന നേതാവിനെ തന്നെയാണ് BJP നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ ദക്ഷിണേന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ മാനങ്ങളും ഒട്ടേറെയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് CP രാധാകൃഷ്ണൻ. 1987 ഒക്ടോബർ 20 തിരുപ്പൂരിൽ ജനിച്ച രാധാകൃഷ്ണന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദമുണ്ട്. RSS, ജനസംഘം എന്നിവയിലൂടെയാണ് പൊതുരംഗത്ത് എത്തിയത്. 1974 ജനസംഘത്തിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി. 1996 തമിഴ്നാട് BJPയുടെ സെക്രട്ടറിയായി നിയമിതനായി. 1998 കോയമ്പത്തൂരിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. 1999 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കാലയളവിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടെക്സ്റ്റൈൽസ് ചെയർമാനായി രാധാകൃഷ്ണൻ സേവനമനുഷ്ഠിച്ചു. കൂടാതെ പൊതുമേഖലകൾക്കായുള്ള പാർലമെന്ററി കമ്മിറ്റിയിലും ധനകാര്യത്തിനായുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും അംഗമായിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുംഭകോണം അന്വേഷിക്കുന്ന പ്രത്യേക പാർലമെന്ററി കമ്മിറ്റിയുടെയും ഭാഗമായിരുന്നു. 1997 പ്രധാനമന്ത്രി AB വാജ്പേയിയുമായി അടുത്ത ബന്ധമുള്ളയാളായിരുന്നു CP രാധാകൃഷ്ണൻ. എന്നാൽ പ്രവർത്തന ശൈലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതേ രീതിയാണ് പിന്തുടരുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലെ അഭിപ്രായം. ആദ്യ മോദി മന്ത്രിസഭയുടെ സമയത്ത് കൊച്ചി ആസ്ഥാനമായ കയർ ബോർഡിന്റെ ചെയർമാനായിരുന്നു CP രാധാകൃഷ്ണൻ. അന്ന് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന ചെയർമാൻ സ്ഥാനമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള രാധാകൃഷ്ണന് ലഭിച്ചത്. ഇന്ത്യയുടെ കയർ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2532 കോടി രൂപയിലെത്തിയത് രാധാകൃഷ്ണൻ ചെയർമാനായിരുന്ന സമയത്താണ്. 2020 മുതൽ 2 വർഷം കേരള BJPയുടെ ചുമതല പ്രഭാരി വഹിച്ചിട്ടുമുണ്ട്. 2023 ഫെബ്രുവരി 18 CP രാധാകൃഷ്ണനെ ജാർഖണ്ഡ് ഗവർണറായി നിയമിച്ചു. അധികാരമേറ്റ് 4 മാസത്തിനുള്ളിൽ അദ്ദേഹം സംസ്ഥാനത്തെ 24 ജില്ലകളിലും സഞ്ചരിച്ച് പൗരന്മാരും ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംവദിച്ചു. തെലങ്കാന ഗവർണറായും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായും അധിക ചുമതല വഹിച്ചു. 2024 ജൂലൈ 31 രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം 1 വർഷത്തിനു ശേഷം ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വവും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കിരയ്ക്കെ ബീഹാറിൽ നിന്നുള്ള ആളാകും അടുത്ത ഉപരാഷ്ട്രപതി എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. നിലവിലെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷിനെ പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ നറുക്കുവീണത് CP രാധാകൃഷ്ണനായിരുന്നു. അടുത്ത വർഷം തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. അണ്ണാ-DMKയുമായി വീണ്ടും സഖ്യം രൂപീകരിച്ച BJP തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം നടത്താനുള്ള ഒരുക്കത്തിലാണ്. ഭരണകക്ഷിയായ DMKയ്ക്കും നടൻ വിജയുടെ TVKയ്ക്കും എതിരെയാണ് അണ്ണാ-DMK BJP പോരാട്ടം. CP രാധാകൃഷ്ണനെ DMKയുടെ ഉൾപ്പെടെ പിന്തുണയോടെ വിജയിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ നടത്തുന്ന ഇടപെടലുകൾ വിശദമാക്കി കാന്തപുരം AP അബൂബക്കർ മുസലിയാർ. യമനിലെ പണ്ഡിതന്മാരുമായി നല്ല ബന്ധമുണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കാന്തപുരം പറഞ്ഞു. ഇടപെടൽ നടത്തിയ സമയത്ത് ഓരോ വിവരങ്ങളും സർക്കാരുമായി പങ്കുവച്ചിരുന്നുവെന്നും ആരെയും മറികടന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്നും കാന്തപുരം വ്യക്തമാക്കി. യമനിലെ പണ്ഡിതന്മാരും ഞാനുമായി നല്ല ബന്ധമുണ്ട്. അവർ പറഞ്ഞാൽ കക്ഷികൾ കേൾക്കുമെന്ന ധാരണയുണ്ട്. ഇസ്ലാം മതത്തിൽ പ്രായശ്ചിത്തം നൽകി മാപ്പ് നൽകുക എന്നൊരു നിയമമുണ്ട്. മാപ്പ് കൊടുക്കുമോ എന്നറിയാൻ യമനിലെ പണ്ഡിതനോട് ആവശ്യപ്പെട്ടു. അവർ ജഡ്ജിമാരോടടക്കം സംസാരിച്ചു. ഈ കേസിൽ എന്താണ് പ്രത്യേക ഉദ്ദേശമെന്ന് യമനിൽ നിന്ന് ചോദിച്ചു. മാനവികത പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. അത് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി കാണിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കും. ഈ മറുപടിയിലാണ് അവർ തയ്യാറായത്.
മറ്റുള്ള മതക്കാരെ ഹനിക്കുകയോ എതിർക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാത്തവരാണ് ഇസ്ലാം നിയമം. അതാണ് ഇസ്ലാം നിയമം. മനുഷ്യത്വം മാത്രം നോക്കി മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നെന്ന ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നും കാന്തപുരം വിശദീകരിച്ചു. സർക്കാരിനോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഓരോ ദിവസവും സർക്കാരിനോട് സംസാരിച്ചു. സർക്കാരിനെയോ ആരെയും മറികടന്നൊന്നും ചെയ്തിട്ടില്ല. ആദ്യം വധശിക്ഷ ഒരു ദിവസത്തേക്ക് നീട്ടി, പിന്നീട് റദ്ദ് ചെയ്തു. ഞങ്ങളുടെ പണി അതോടെ കഴിഞ്ഞു. ഇനി സർക്കാരാണ് വേണ്ടതൊക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യുമെന്നാണ് വിശ്വാസം എന്നും കാന്തപുരം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനി മൂലം ചികിത്സ തേടിയ 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഓമശ്ശേരിയിൽ നിന്നുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞിനും അണ്ണശ്ശേരി സ്വദേശിയായ ഒരു യുവാവിനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവർ 2 ആഴ്ചയിലേറെയായി ചികിത്സയിലാണ്. പനി ബാധിച്ചാണ് ആശുപത്രിയിൽ എത്തിയെങ്കിലും സംശയം മൂലം സ്രവ പരിശോധന നടത്തിയപ്പോഴാണ് മസ്തിഷ്ക ജ്വരം ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇവരുടെ വീടുകളിലെ കിണർ ജലത്തിൻ്റെതടക്കമുള്ള സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ ശേഖരിച്ചിട്ടുണ്ട്. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ വധിച്ച കേസിലെ പ്രതി ഉൾപ്പെടെ 6 പേരെ MDMAയുമായി മട്ടന്നൂർ പോലീസ് പിടികൂടി. ചാലോട് മുട്ടന്നൂരിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഇവരെ പിടികൂടിയത്. പാലയോട് സ്വദേശികളായ മജ്നാസ്, കെ സഞ്ജയ്, ഏച്ചൂർ സ്വദേശിനി രചന രമേശൻ, ആദിക്കടലായി സ്വദേശി മുഹമ്മദ് റനീസ്, ചെമ്പിലോട് സ്വദേശി സഹദ്, പഴയങ്ങാടി സ്വദേശി കെ ഷുഹൈബ് എന്നിവരെയാണ് പിടികൂടിയത്. സഞ്ജയ് ഷുഹൈബ് കേസിലെ 6ാം പ്രതിയാണ്. ഇവരിൽ നിന്ന് 28.82 ഗ്രാം MDMA, ഇലക്ട്രോണിക് ത്രാസ്, സിബ്ലോ കവറുകൾ, 500 രൂപ നോട്ടുകൾ തുടങ്ങിയവ കണ്ടെടുത്തു. മട്ടന്നൂർ SHO M അനിലിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ P സജീവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽ, നിഷാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേശൻ, നിപിൻ, അതുല്യ, രാജേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ നിശ്ചയിച്ച് NDA. ഡൽഹിയിൽ ചേർന്ന NDA യോഗത്തിലാണ് തീരുമാനം. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡയാണ് പ്രഖ്യാപനം നടത്തിയത്. അടുത്ത ഉപരാഷ്ട്രപതിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ഇതിനായി പ്രതിപക്ഷ നേതാക്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നഡ്ഡ പറഞ്ഞു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രത്, കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട്, സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നീ ഒട്ടേറെ പേരുകൾ പരിഗണനയിലുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് CP രാധാകൃഷ്ണന് നറുക്കുവീണത്. RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് CP രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള തലമുതിർന്ന BJP നേതാവാണ് നിലവിൽ മഹാരാഷ്ട്ര ഗവർണറായ CP രാധാകൃഷ്ണൻ 67. RSS, ജനസംഘം എന്നിവയിലൂടെ പൊതുരംഗത്തെത്തിയ തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ BJP തമിഴ്നാട് ഘടകം മുൻ പ്രസിഡന്റാണ്. കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2020 മുതൽ 2 വർഷം കേരള BJPയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. പ്രഭാരിയാണ്. കയർ ബോർഡ് മുൻ ചെയർമാനാണ്. ഝാർഖണ്ഡ് ഗവർണർ സ്ഥാനത്ത് നിന്നാണ് CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയുടെ ചുമതലയിലേക്ക് മാറിയത്. തെലങ്കാനയുടെ അധിക ചുമതലയും വഹിച്ചിരുന്നു. ജൂലൈ 22-നാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചത്. സെപ്റ്റംബർ 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാർലമെന്റ് ഹൗസിന്റെ 1ാം നിലയിലാണ് വോട്ടെടുപ്പ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും കോടിക്കണക്കിന് രൂപ അനധികൃതമായി ലഭിച്ചെന്ന ആരോപണവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. CPM അധോലോക സംഘമായി മാറിയിരിക്കുകയാണെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കടലാസ് കമ്പനികൾ ഉണ്ടാക്കി അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയാണ് CPM നേതാക്കളിലേക്ക് എത്തുന്നത്. ലോക കേരള സഭ നടക്കുമ്പോഴും മന്ത്രിമാരുടെയും CPM നേതാക്കളുടെയും വിദേശ പര്യടനത്തിനിടെയും ഇത്തരത്തിൽ പണം എത്തിയിട്ടുണ്ട്. നേതാക്കളുടെയും മക്കളുടെയും അനധികൃത സ്വത്ത് സമ്പാദനത്തെപ്പറ്റിയും ഹവാല ഇടപാടുകളെപ്പറ്റിയും അന്വേഷണം വേണമെന്ന് പറഞ്ഞത് പാർട്ടിക്കാർ തന്നെയാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് CPM നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. CPM നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ്. രേഖകൾ സഹിതം CPMന്റെ അകത്തു നിന്നാണ് ഈ ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത്. മന്ത്രിമാർ ഇടയ്ക്കിടെ ചികിത്സയ്ക്കെന്ന പേരിൽ വിദേശ സന്ദർശനം നടത്തുന്നത് വെറുതെയല്ലെന്ന് ഇപ്പോൾ ബോധ്യമായി. വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനുള്ള ഏജൻസികൾ CPMനുണ്ടെന്നത് ഞെട്ടിക്കുന്നതാണ്.
സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള പണം പോലും വിദേശത്തു നിന്ന് പിരിക്കുന്നതായി പറയുന്നു. എല്ലാ സാമൂഹിക പ്രകൃതി ചൂഷണ പദ്ധതികൾക്കും ഇടനില നിന്ന് പണമുണ്ടാക്കാനാണ് CPM നേതാക്കൾ ശ്രമിക്കുന്നത്. വിദേശ നാണ്യക്കട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വൻതോതിലാണ് പണം അന്യരാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നത്. അടിയന്തരമായി ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാകണം. അധികാരം ഉപയോഗിച്ചുകൊണ്ട് CPM കൊള്ളയാണ് നടത്തുന്നത്. ലോക കേരള സഭയെല്ലാം പ്രഹസനമായി മാറിയിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്ന് കൊള്ളയടിച്ച പണം എവിടെയൊക്കെയാണ് ചെലവഴിച്ചതെന്ന് കണ്ടുപിടിക്കണം. ഈ കാര്യത്തിൽ വിവാദ വ്യവസായിയെക്കുറിച്ചും നേതാക്കൾക്ക് അയാളുമായുള്ള ബന്ധത്തെക്കുറിച്ചും സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടുകൊള്ള ആരോപണങ്ങളെ വിമർശിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തെ പരിഹസിച്ചു കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കഴിവില്ലായ്മ മാത്രമല്ല, പ്രകടമായ പക്ഷപാതവും പൂർണ്ണമായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഒരു വിവേചനവും കാണിക്കുന്നില്ലെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങൾ പരിഹാസ്യമാണെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ആഗസ്റ്റ് 14 സുപ്രീം കോടതി ഉത്തരവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുമോ എന്നും ജയറാം രമേശ് ചോദിച്ചു. ഇന്ന് രാഹുൽ ഗാന്ധി സസാരാമിൽ നിന്ന് ഇന്ത്യ സംഘത്തിന്റെ വോട്ട് അധികാര യാത്ര ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ ഒരു വിവേചനവുമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഇത് വളരെ പരിഹാസ്യമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ചോദ്യത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അർത്ഥപൂർണമായ ഉത്തരം നൽകിയില്ലെന്നത് ശ്രദ്ധേയമാണ്. എക്സ്പോസ്റ്റിൽ ജയറാം രമേശ് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. വോട്ടുകൊള്ള എന്ന ആരോപണം തെറ്റാണെന്നും വോട്ടർമാരുടെ ചിത്രങ്ങൾ അവരുടെ അനുവാദമില്ലാതെ പുറത്തുവിട്ടതിലൂടെ രാഹുൽ ഗാന്ധി അവരുടെ സ്വകാര്യത ലംഘിച്ചതാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഇത് ഭരണഘടനയെ അപമാനിക്കുന്ന നടപടിയാണെന്നും കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുന്നില്ല. വ്യാജ ആരോപണങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയപ്പെടുന്നില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. റഷ്യൻ മോഡലും മിസ് യൂണിവേഴ്സ് 2017 മത്സരാർത്ഥിയുമായ സെനിയ അലക്സാന്ദ്രോവ വാഹനാപകടത്തിൽ മരിച്ചു. 4 മാസം മുൻപായിരുന്നു സെനിയയുടെ വിവാഹം. ജൂലൈ 5-നാണ് റഷ്യയിലെ ത്വർ ഓബ്ലാസ്റ്റിൽ വെച്ച് സെനിയ അലക്സാന്ദ്രോവയും ഭർത്താവ് ഇല്യയും സഞ്ചരിച്ച കാറിൽ അപകടംപ്പെട്ടത്. ഭർത്താവാണ് വാഹനം ഓടിച്ചിരുന്നത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റ സെനിയ കോമയിലായിരുന്നു. ചികിത്സയ്ക്കിടെ ഈ മാസം 12-ന് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഭർത്താവിന് നിസാര പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. സെനിയ അലക്സാന്ദ്രോവയുടെ മോഡലിംഗ് ഏജൻസിയായ മോഡസ് വിവൻഡീസാണ് മരണം സ്ഥിരീകരിച്ചത്. നമ്മുടെ സഹപ്രവർത്തകനും സുഹൃത്തുമായ മോഡലുമായ സെനിയ അലക്സാന്ദ്രോവ അന്തരിച്ചുവെന്ന വാർത്ത വളരെ ദുഃഖത്തോടെ അറിയിക്കുന്നു. വളരെ കഴിവുള്ളയാളായിരുന്നു സെനിയ. ചുറ്റുമുള്ള എല്ലാവർക്കും പ്രചോദനം നൽകാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്കറിയാമായിരുന്നു. അവൾ എന്നും ഞങ്ങൾക്ക് സൗന്ദര്യത്തിന്റെയും ദയയുടെയും പ്രതീകമായി തുടരും. അവളുടെ മരണത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുകയും അവളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അവളെ അറിയാനുള്ള ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു, മോഡൽ ഏജൻസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാർച്ച് 22-നായിരുന്നു സെനിയ അലക്സാന്ദ്രോവയും ഭർത്താവ് ഇല്യയും തമ്മിലുള്ള വിവാഹം. ഇതിന്റെ ചിത്രങ്ങൾ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. 2017 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ റഷ്യയെ പ്രതിനിധീകരിച്ച സെനിയ അലക്സാന്ദ്രോവ ആ വർഷത്തെ മിസ് റഷ്യ ജേതാവുമായിരുന്ന മോസ്കോ പെഡഗോജിക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ അലക്സാന്ദ്രോവ മനഃശാസ്ത്രജ്ഞയുമായിരുന്നു.